ഹലോ. അപ്പം ഞാനിന്ന് കുറച്ച് നാൾ കൊണ്ട് പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരിടത്തേക്ക് പോവുകയാണ് കേട്ടോ. കുറേ ദിവസം കൊണ്ട് ഈ മനുഷ്യൻ്റെ കയ്യും കാലും പിടിച്ചിട്ടാണ് നമ്മളിതേ പോകാൻ പോകുന്നത്. അപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ നയാഗ്ര വാട്ടർഫാൾ കാണാനാണ് കേട്ടോ. ഇത് ശരിക്കുമുള്ള വാട്ടർഫാളൊന്നും അല്ല, ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു സംഭവമാണ്. ദേ ഇവിടാണ് അതിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം കണ്ടിട്ടൊരു കാർണിവലൊക്കെ പോലെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. രാവിലെ ഞങ്ങളെ ഇവിടെ ഇറക്കിയിട്ട് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയി. എന്നിറങ്ങിയപ്പോഴേ അവിടുത്തെ പാട്ട് കേട്ട് കുഞ്ഞിക്കണ്ണൻ അവിടെ കിടന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി കേട്ടോ. അവൻ്റെ ചെരുപ്പൊക്കെ ഇടയ്ക്ക് ഊരിപ്പോയെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ അങ്ങ് ഡാൻസാണ്. അപ്പോൾ രാവിലെ തന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വന്നിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് ചെന്നു. 100 രൂപ മാത്രമേ ഇവിടെ ഒരാൾക്ക് ടിക്കറ്റിന് ചാർജ് എടുക്കുന്നത്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ 4 പേരും കൂടി അകത്തേക്ക് കയറി കേട്ടോ. അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേ ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതും ഭയങ്കരമായിട്ട് വെള്ളം വീഴുന്നതിൻ്റെ സൗണ്ടും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മുന്നോട്ട് പോയപ്പോഴാണ് കണ്ടു അടിപൊളി വെള്ളച്ചാട്ടം. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് ചെന്നതുപോലെ ഒരു ഫീലായിരുന്നു കേട്ടോ. എല്ലാവരും അതിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല. രാവിലേട്ടനെയും അമ്മയൊക്കെ എവിടെയാണെന്ന് പോലും നോക്കാതെ നേരെ ഞാൻ വെള്ളത്തിൻ്റെ അടുത്തേക്ക് ചെന്നു കേട്ടോ. ഒരു രക്ഷയില്ല എൻ്റെ പൊന്നെ, അടിപൊളി വ്യൂ ആയിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അച്ഛനും മോനും കൂടെ വെള്ളത്തിൽ കിടന്ന് ആറാടുന്നു. കുഞ്ഞിക്കണ്ണൻ എങ്ങനെയെങ്കിലും അതിലൊന്ന് ചാടിയാൽ കൊള്ളാവുന്നുണ്ട്. വെള്ളം അവന് ഭയങ്കര ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ അവനെ അതിലേക്ക് വിടാതെ രാവിലെ പിടിച്ച് നിർത്തുന്നുണ്ട്. അവിടെ നിന്നും കുഞ്ഞിക്കണ്ണൊരു ഡാൻസൊക്കെ അങ്ങ് പാസ്സാക്കി. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്കൊക്കെ കയറണ്ടേ. അപ്പോൾ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് അറിയാനായിട്ട് ചെന്നതാണ് കേട്ടോ. അയ്യോ എൻ്റെ അമ്മേ, ഒരു രക്ഷയില്ല. ഇവിടെ വന്നില്ലായിരുന്നെന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു നഷ്ടമായി പോയേനെ. കുറേ ദിവസം രാവിലെ പുറകെ നടന്ന് കഷ്ടപ്പെടുത്തിയെങ്കിൽ എന്താ, ഇതുപോലെ അടിപൊളി ഒരു വ്യൂ കാണാൻ പറ്റിയില്ലേ. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് എൻ്റെ പൊന്നോ, എനിക്ക് നോക്കിയിട്ട് കണ്ടിട്ടും മതിയാവുന്നില്ല. അവിടെ ഇവിടെയൊക്കെ പരതി നടക്കുകയാണ് കേട്ടോ. കുഞ്ഞിക്കണ്ണനും രാവിലെ മുന്നേ അങ്ങ് ഓടിപ്പോയി. ഞാനിതെല്ലാം സാവധാനത്തിൽ കണ്ട് ഇങ്ങനെ വരികയായിരുന്നു. ശരിക്കും നമ്മൾ വേറൊരിടത്ത് എത്തിയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. വളരെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഞാൻ ശരിക്കും ഞങ്ങളുടെ നാട്ടിൽ തന്നെ ആണോ എന്ന് പോലും അതിശയിച്ചു പോയി. അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എവിടെ നോക്കണം, എന്തൊക്കെ കാണണം, എനിക്ക് തന്നെ ഒരു പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ അകത്തെല്ലാം കയറി കാണുന്നിടത്തെല്ലാം ചെന്ന് നിന്ന് ഫോട്ടോയും ഒക്കെ എടുത്ത് കാണുന്നതിൻ്റെയൊക്കെ തോളത്തൊക്കെ കൈയിട്ട് കയറാൻ പറ്റുന്നിടത്തൊക്കെ വലിഞ്ഞ് കയറി. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ നടന്ന് കണ്ടു. അപ്പം നോക്കിയപ്പോഴത്തേക്ക് അമ്മയെ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. 4 പേരും 4 വഴിക്കായെന്ന് തന്നെ പറയാം. ശരിക്കും കണ്ടിട്ടും മതിയാവുന്നില്ല. ഇത് കണ്ടില്ലേ, സ്നോ വന്ന് വീണതുപോലുണ്ട്. സ്നോ ഒക്കെ വന്നിട്ട് ആ ഒരു വീടിൻ്റെ പുറത്ത് വീണതുപോലെയൊക്കെയുള്ള സെറ്റപ്പ്. ഇതെല്ലാം പ്ലാസ്റ്റർ പാരീസിനകത്ത് ചെയ്ത് വെച്ചേക്കുന്ന സംഭവമാണ്. ഇവർക്ക് ഇത് എത്രത്തോളം ലാഭകരമാണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് കേട്ടോ ശരിക്കും ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്നൊരു സംഭവം. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നതെന്ന് തന്നെ പറയാം. കുറേ വീഡിയോസിലും റീൽസിലും ഒക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്. അന്നേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് എപ്പോഴെങ്കിലും ഇതൊന്ന് നേരിട്ട് കാണണം എന്നുള്ളത്. അങ്ങനെ എന്തായാലും എൻ്റെ ആ ഒരു ആഗ്രഹവും സാധിച്ചു കിട്ടി. കുഞ്ഞിക്കണ്ണനാണെങ്കിൽ അവിടെ നിന്ന് വരാതെ അത് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും ഇവരൊന്ന് സമ്മതിച്ചു കൊടുക്കണമല്ലേ. എത്രയോ മണിക്കൂറുകളാണ് ഇവരിങ്ങനെ വെള്ളത്തിൽ തന്നെ കിടക്കുന്നത്. കുട്ടികളെയൊക്കെ ശരിക്കും എൻജോയ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബാലൻസ് വീഡിയോ നമ്മുടെ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.